അതിരുകൾ മായിച്ച പ്രണയം അവസാന ഭാഗം. രചന കർണൻ സൂര്യപുത്രൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. രാവിലെ എഴുന്നേറ്റ് മുറി വിട്ടിറങ്ങിയ ഞാൻ കണ്ടത് ഹാളിന്റെ ഒരു മൂലയിൽ കളം വരച്ച് പുഷ്പങ്ങളാൽ അലങ്കരിക്കുന്ന അർഷിതയാണ്. കളത്തിലെ പീഠത്തിൽ പരമശിവന്റെയും ദുർഗാദേവിയുടെയും ഫോട്ടോ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പഴങ്ങളും. വിളക്കൊളുത്തുകയായിരുന്ന അർഷിത എന്നെ നോക്കി പുഞ്ചിരിച്ചു. ബയ്യ എണീറ്റില്ലേ? എഴുന്നേക്കുന്നു. രണ്ടാളും പെട്ടെന്ന് റെഡിയാവും, ചടങ്ങുകൾ തുടങ്ങാൻ സമയമായി. കണ്ണും തിരുമ്മിക്കൊണ്ട് ഹരിയേട്ടൻ അവിടെ എത്തി. മുന്നിലെ കാഴ്ച കണ്ടപ്പോൾ മൂപ്പര് നിമിഷം അന്തം വിട്ടു. എന്താണ് ഇത്? വിഷുവിന് കണിയൊരുക്കുന്നോ? മറ്റേ കൂവാക്കായി അല്ലേ ഇന്ന്? കൂവാക്കായി അല്ലട പൊട്ട, നുവാക്കായി. ആ അതന്നെ, എന്തായാലും കായുണ്ടല്ലോ. ഞാൻ കൊണ്ടുവന്ന ചുരിദാറാണ് ഹർഷിത ധരിച്ചിരിക്കുന്നത്. അതവൾക്ക് നന്നായി ചേരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് കുളിച്ച് വസ്ത്രം മാറി. ഹർഷിത ചെറിയ കളിമൺ പ്ലേറ്റുകൾ പുതിയ അരി കൊണ്ടുണ്ടാക്കിയ ചോറ് കളത്തിൽ വെച്ചു. അവൾ ഒടിയയിൽ എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളും കൈകൂപ്പി നിന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം അവൾ പ്ലേറ്റ് എടുത്ത് ഹരിയേട്ടന് നൽകി. കുടുംബത്തിലെ മൂത്താൾ ഇത് ആദ്യം കഴിക്കണം. ഇവിടെ ഇപ്പൊ മൂത്ത് ബയ്യല്ലേ. ഹരിയേട്ടൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിച്ചു. ഹർഷിത കുനിഞ്ഞ് ഹരിയേട്ടന്റെ കാലിൽ തൊടാനാഞ്ഞതും ഹരിയേട്ടൻ പുറകിലേക്ക് മാറി. ബയ്യ, ഇതിവിടുത്തെ ചടങ്ങാ, മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങണം. അവൾ ഹരിയേട്ടന്റെ കാലിൽ തൊട്ടു. നോവാക്കായി ജുഹാർ. അതിന്റെ അർത്ഥം എന്താണ് ഹർഷിത? ആശംസകളും ആദരവും. അപ്പൊ അനുഗ്രഹിക്കുന്നയാൾ എന്താ പറയേണ്ടത്? സുഖ സമൃദ്ധി മിലു എന്ന് പറഞ്ഞാൽ മതി. ഓ, സുഖ സമൃദ്ധി മിലു. ഹരിയേട്ടൻ ഹർഷിതയുടെ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞൊപ്പിച്ചു. അവൾ സന്തോഷത്തോടെ നിവർന്നിരുന്നു. ആ കണ്ണുകൾ നനഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും നോവാക്കായി ഞാൻ ആഘോഷിച്ചിരുന്നത് ക്ഷേത്രത്തിലാണ് ബയ്യ. വീട്ടിൽ നടത്താൻ എനിക്ക് ആരുമില്ലല്ലോ. ഇത്തവണ ഭഗവാൻ അതിനുള്ള ഭാഗ്യം എനിക്ക് തന്നു. ഇനി മരിച്ചാലും പ്രശ്നമില്ല. അങ്ങനെയൊന്നും പറയരുത്, ഹരിയേട്ടൻ ശാസിച്ചു. ഇനി ഒരുപാട് കാലം നീ ജീവിക്കണം. തനിച്ചാണെന്ന തോന്നൽ വേണ്ട. നീ എന്റെ അനിയത്തി തന്നെയാ. മരിച്ചുപോയ ബയ്യ ജീവനോടെ വന്ന പോലെ തോന്നുക. അവളുടെ ശബ്ദമിടറി. ഹരിയേട്ടൻ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. സ്വന്തം അനിയത്തി അനഘയോടുള്ളതിനേക്കാൾ സ്നേഹം ഇന്നലെ കണ്ട ഹർഷിതയോട് ഹരിയേട്ടൻ പ്രകടിപ്പിക്കുന്നു. അത് അവൾ അത്രയ്ക്ക് ചീത്ത വിളിച്ച ഒരാൾ. പ്രഭാത ഭക്ഷണത്തിന് ശേഷം ആദ്യം അവൾ ഞങ്ങൾക്ക് കൃഷിസ്ഥലം കാണിച്ചു തന്നു. ഒരു നെൽപ്പാടം. അതിന്റെ ഒരു വശം മുഴുവൻ നിലക്കടയിലും പയറുവർഗ്ഗങ്ങളും കൃഷി ചെയ്തിട്ടുണ്ട്. കനാലിൽ നിന്നും ചാലേറിയാണ് ആവശ്യമായ വെള്ളം അവിടേക്ക് എത്തിക്കുന്നത്. കുറച്ചേരം അവിടെ ചെലവഴിച്ച ശേഷം ഞങ്ങൾ മൂന്നുപേരും ഗോധനേശ്വര ക്ഷേത്രത്തിൽ പോയി തൊഴുതു. ഹർഷിത ഒരു കൊച്ചുകുട്ടിയെ പോലെ തുള്ളിച്ചാടി നടക്കുകയാണ്. എതിരെ വരുന്നവർക്കൊക്കെ ഞങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ അഭിമാനവും അതോടൊപ്പം സങ്കടവും എനിക്ക് അനുഭവപ്പെട്ടു. വൈകിട്ട് റെയിൽവേ സ്റ്റേഷൻ ഞങ്ങളെ കൊണ്ടുവിടാൻ റാംജി വണ്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. രാത്രി 11 മണിക്കാണ് ട്രെയിൻ. ഞങ്ങൾ പോകുന്നതോടെ ഹർഷിതയുടെ സന്തോഷം അസ്തമിക്കും. അവൾ വീണ്ടും ആ വീട്ടിൽ ഒറ്റയ്ക്ക്. പോവാതിരിക്കാനും കഴിയില്ല. ഇനി ജീവിതത്തിൽ എന്തെങ്കിലും കണ്ടുമുട്ടുമോ എന്ന് പോലും അറിയില്ല. വെറും 2 ദിവസം കൊണ്ട് ആ പെൺകുട്ടി എന്റെ ആരൊക്കെയോ ആയതുപോലെ. അവളെ തനിച്ചാക്കി എങ്ങനെ പോകും? എന്റെ വാടിയ മുഖം കണ്ട് ഹരിയേട്ടൻ എന്താണെന്ന് ആംഗ്യത്തിൽ ചോദിച്ചു. ഞാനൊന്നുമില്ലെന്ന അർത്ഥത്തിൽ കണ്ണടച്ച് കാട്ടി. ക്ഷേത്രത്തിനടുത്ത് പരമ്പരാഗത വസ്ത്രം ധരിച്ച പുരുഷന്മാരും സ്ത്രീകളും വട്ടമിട്ട് പാട്ടുപാടി ഡാൻസ് കളിക്കുന്നുണ്ട്. ഹർഷിതയുടെ കൂടെ ചേർന്നു. ഞങ്ങൾ റാംജിയോട് സംസാരിച്ചുകൊണ്ടിരിക്കവേ കുറച്ച് ബൈക്കുകൾ അവിടേക്ക് ചീറിപ്പാഞ്ഞെത്തി. അവരെ കണ്ടതും റാംജിയുടെ മുഖം വിളറി. അയാൾ മന്ത്രിച്ചു. ഏറ്റവും മുമ്പിലെ ബൈക്കിലിരുന്ന ചെറുപ്പക്കാരൻ വായിലെ ചുയിങ്കം തുപ്പിക്കൊണ്ട് താഴേക്ക് ഇറങ്ങി. വെള്ള ഷർട്ട് നീല ജീൻസുമാണ് വേഷം. ബട്ടൺസ് തുറന്നിട്ട ഷർട്ടിനിടയിലൂടെ വലിയ സ്വർണ്ണമാല തിളങ്ങുന്നു. കൂടെ ഗുണ്ടകളെ പോലെ 5-8 പേരും. അപ്പൊ ഇതാണ് രാകേഷ് പട്നായിക്, ഹർഷിതയുടെ ശത്രു. പുല്ല്, നല്ല രീതി ഇവിടുന്ന് പോകാൻ കരുതിയതാ. ദേ വരുന്ന 8ന്റെ പണി. ഹരിയേട്ടൻ പറഞ്ഞു. രാകേഷ് നേരെ ഞങ്ങളുടെ മുമ്പിൽ വന്നിന്ന് ഒടിയയിൽ എന്തോ ചോദിച്ചു. ഞങ്ങൾ മിഴിച്ചു നിൽക്കുകയാണ്. ഏയ് മലബാരി, ഹിന്ദി അറിയോ? അവൻ ഷർട്ടിന്റെ കോളർ പിന്നിലേക്ക് വലിച്ചിട്ടു. ഹർഷിത ഓടി വന്ന് ഞങ്ങളുടെ അടുത്ത് നിന്നു. രാകേഷ് അവളെയും ഞങ്ങളെയും മാറി മാറി നോക്കി. നിങ്ങളാണോ ഇവളുടെ പുതിയ ബന്ധുക്കൾ? ഹിന്ദിയിലാണ് ചോദ്യം. ആണെങ്കിൽ എനിക്ക് അവന്റെ പെരുമാറ്റം തീരെ ഇഷ്ടമായില്ല. ഞങ്ങളാ ബന്ധുക്കൾ. എന്ത് വേണം? ഇവൾക്കൊരു ഏട്ടനും ഒരു കിളവിത്തളയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2ഉം ചത്തു. പിന്നെ നീയൊക്കെ ഏതാണ്? ഇന്നലെ രാത്രി ഇവളുടെ കൂടെ കിടന്നല്ലേ? പെട്ടെന്ന് ഹർഷിത മുന്നോട്ട് കുതിച്ച് ആഞ്ഞു ചവിട്ടി. രാകേഷ് തെറിച്ചു വീണു. ഹേയ് കുബുര, മൂത്തോടെ മാരി ദേവി! ആൾ പല്ലിയരിച്ചു. പിന്നാട് കൂടിയുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് വെട്ടെത്തി പിടിച്ചു വാങ്ങി. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞാൻ ഹർഷിതയുടെ അയൽക്കാരനായ കുമാരനോട് ചോദിച്ചു. കൊന്നുകളയും നായേന്ന്. ആഹാ, അടിപൊളി. എല്ലാത്തിനും തീരുമാനമായി. നാട്ടിൽ അല്ലറ ചിലർ അടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇതുപോലെ വിവരം കെട്ടന്മാരെ നേരിട്ടിട്ടില്ല. ഹർഷിത കത്തിയും പിടിച്ച് ഉണ്ണിയാർച്ചയെ പോലെ ഒരുങ്ങി നിൽക്കുകയാണ്. ഇത്രയും നേരം കണ്ട പാവം പെണ്ണായിരുന്നില്ല അപ്പോൾ. ശരിക്കും ഭദ്രകാളിയെ പോലെ. ഏമാനം കുമാരിതേ! രാകേഷ് കിടന്നെടുത്ത് അലറി. ഞാൻ തർജ്ജമ ചോദിച്ചില്ല. കൊല്ലാനാണ് ഉത്തരവിട്ടെന്ന് ഗുണ്ടകൾ വടിവാളുമായി പാഞ്ഞു വരുന്നുണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ അവിടെ ഒരു കൂട്ടത്തല തന്നെയായിരുന്നു. ഹർഷിതയുടെ നാട്ടിലെ ചെറുപ്പക്കാരും രാകേഷിന്റെ ഗുണ്ടകളും പരസ്പരം പോരാടി. ഹർഷിതയെ പിടിക്കാൻ വന്ന രാകേഷിനെ ഞാൻ ഇടിച്ചിട്ടു.
അവൻ കാണാൻ ചെറുതാണെങ്കിലും നല്ല ശക്തി ഉണ്ടായിരുന്നു. എനിക്കും കിട്ടിയ മുഖത്ത് തന്നെ ഒരെണ്ണം. അതോടെ അരിയേട്ടൻ ഞങ്ങൾക്കിടയിലേക്ക് ചാടി വീണു. റാംജി നിർത്താൻ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ ആരും ശ്രദ്ധിച്ചില്ല. ശരീരം വേദനിച്ചതോടെ എന്റെ നിയന്ത്രണം വിട്ടു. നല്ല രീതിയിൽ തന്നെ ഞാൻ രാകേഷിനെ തള്ളി. ഒരു കാർ ആ പൊടിപടലങ്ങൾക്കിടയിലൂടെ വന്നു നിന്നു. അതിൽ നിന്നൊരു വൃദ്ധൻ ഇറങ്ങി. അയാളുടെ അലർച്ചയിൽ എല്ലാവരും പിന്മാറി. എന്റെ ചുണ്ടുപൊട്ടി ചോര വരുന്നുണ്ടായിരുന്നു. ഹർഷിത ഷോൾ കൊണ്ട് തൊപ്പിയെടുത്തു. ഇതാരാ ബേബി? പ്രതാപ് പട്നായിക്, രാകേഷിന്റെ അച്ഛൻ. മൂത്ത വില്ലനും വന്നു. ഇനി എന്താകും എന്റെ മാടായിക്കാവിലമ്മേ. രാകേഷ് നിന്ന് കിതക്കുകയാണ്. ഇടികൊണ്ട് അവന്റെ ഇടത് കണ്ട് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പ്രതാപ് എല്ലാവരെയും നോക്കി. ഹരിയേട്ടന്റെ ഷർട്ട് കീറിയിട്ടുണ്ട്. നിങ്ങൾ ക്രിസ്ത്യൻസ് ആണോ? ചോദ്യം ഹരിയേട്ടനോടാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ട്രെയിനിൽ വെച്ച് കന്യാസ്ത്രീകൾ കൊടുത്ത കൊന്തണ്ടിട്ടാണ് ചോദിക്കുന്നത്. ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്കെന്താ? ഹരിയേട്ടൻ കട്ടക്കലിപ്പ് വിട്ടില്ല. നല്ലൊരു ദിവസമായിട്ട് അക്രമം കാണിക്കുന്നോ? മോന മര്യാദ കൊളത്തില്ലെങ്കിൽ ഇടികൊണ്ട് ചാവും. ഒരാളുടെ മുളവടി വാങ്ങി ഹരിയേട്ടൻ ഉറക്കെ ആക്രോശിച്ചു. കുട്ടു, ഒന്നും നോക്കണ്ട, ജയിലിൽ കയറിയാലും പ്രശ്നമില്ല. ഇനി ദേഹത്തോട്ട തീർത്തേക്ക്. ബെന്നിച്ചിനും റാംജിയും ചേർന്ന് ഹരിയേട്ടനെ പിടിച്ചു വലിച്ച പുറകിലേക്ക് മാറ്റി. പ്രതാപ് രാകേഷിനോട് എന്തോ പറഞ്ഞു. അവൻ എന്നെയും ഹർഷിതയും പകയോടെ നോക്കിയ ശേഷം ബൈക്കിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. കൂടെ ഗുണ്ടകളും. അവർ പോയതോടെ പ്രതാപ് എന്റെ ഹർഷിതയുടെ അടുത്തേക്ക് വന്നു. ക്ഷമിക്കണം, അവനൊരു എടുത്തിയാട്ടക്കാരന്. നിങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കിയതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഇനി ഇതുപോലെ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചോളാം. അത്രയും പറഞ്ഞ ശേഷം അയാളും കാൽ കയറി. അത് പൊടി പറത്തിക്കൊണ്ട് പാഞ്ഞുപോയി. നാട്ടുകാരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ചിലർ പരിക്ക് പറ്റിയവരുടെ മുറിവ് തുന്നിക്കെട്ടുന്നു. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ കിരണേ? ബെന്നിച്ചൻ ചോദിച്ചു. ഇല്ല. അതെന്താ അങ്ങേര് ഹരിയേട്ടൻ ക്രിസ്ത്യാനിയാണെന്ന് ചോദിച്ചു. അയാളുടെ ഗ്രാമത്തിൽ കുറെ ക്രിസ്ത്യൻ കുടുംബങ്ങളുണ്ട്. ഒരു ക്രിസ്ത്യാനി ആക്രമിക്കപ്പെട്ട ജനങ്ങളുടെ പിന്തുണ നഷ്ടാവുമെന്ന പേടി. അപ്പൊ രക്ഷിച്ച കർത്താവാണല്ലേ? കൊള്ളാം. എൽസമ്മ ചേച്ചി കൊണ്ടുവന്ന വെള്ളം ഞാൻ ആർത്തിയോടെ കുടിച്ചു. ഹരിയേട്ടൻ ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ്. റാംജി ജനങ്ങളോട് ശാന്തമാവാൻ ആവശ്യപ്പെട്ടു. ഏകദേശം 1 മണിക്കൂറോടെ നാട്ടുകാർ ചടങ്ങുകൾ വീണ്ടും ആരംഭിച്ചു. ഹർഷിത പക്ഷെ അതിലൊന്നും പങ്കെടുക്കാതെ എന്നെയും ഹരിയേട്ടനെയും നോക്കിയിരിക്കുകയാണ്. എന്തുപറ്റി? എനിക്ക് വേണ്ടി നിങ്ങൾ ക്ഷമിക്കുക കിരൺ. സാറില്ല, അവൻ 2 കൂടി കൊടുക്കാനുണ്ടായിരുന്നു. അതിനുള്ളിൽ അവന്റെ അച്ഛൻ വന്ന് രക്ഷിച്ചു. വായിലെ ചോരൊടച്ചിട്ട് പറയണം, ഒരൊറ്റടി പോലും മിസ്സാവാതെ വാങ്ങിയല്ലോ. ഹരിയേട്ടൻ ഫോണും പോക്കലിട്ട് അടുത്തേക്ക് വന്നു. എന്തായാലും സമാധാനായി. ഇന്ത്യക്കാരുടെ തല്ലു വാങ്ങാനുള്ള യോഗം ജാതകത്തിലുണ്ടെന്ന് തോന്നുന്നു. ഹർഷിത മലയാളം മനസ്സിലാവാതെ ഞങ്ങളെ നോക്കിയാണ്. ഇന്ന് രാത്രി ഒന്ന് സ്ഥലം വിടാം. അമ്മാരാളെയും കൂട്ടി വന്നാ ഞാനും നീയും പടാവും. നിങ്ങളല്ലേ തല്ലിക്കുന്നൊക്കെ പറഞ്ഞ് പിന്നെ അവനെ പിടിച്ച് ഉമ്മ വെക്കണോ? നാറി, നല്ലൊരു ദിവസം കൊളാക്കി. ഹരിയേട്ടൻ ഹർഷിതയുടെ നേരെ തിരിഞ്ഞു. ഞാൻ ഇവനൊക്കെ പെട്ടെന്ന് തീരുമാനം എടുക്കാറ്. അങ്ങനെ എടുത്താൽ വേറൊന്നും ആലോചിക്കാതെ ചെയ്യും. ഇവിടെ വന്ന അതുപോലെ തീരുമാനത്തിന്റെ പുറത്താ. വീട്ടിലാരോടും പറഞ്ഞിട്ടില്ല. ഇപ്പൊ വീണ്ടും ഒരു തീരുമാനം എടുക്കുന്നു. ഹർഷിതക്ക് പറ്റുമെങ്കിൽ അനുസരിക്ക്. എന്താ പയ്യ? വരുന്നോ ഞങ്ങളുടെ കൂടെ കേരളത്തിലേക്ക്? അവൾ ഞെട്ടി. കൂടെ ഞാനും. എന്താ? നിന്റെ ബയ്യക്ക് ഇഷ്ടമുള്ള നാടും അവിടുത്തെ നാട്ടുകാരെയൊക്കെ കാണാനും കുറച്ചു ദിവസം ഞങ്ങളുടെ കൂടെ താമസിക്കാനും നീ വരുന്നോ എന്ന്. ആളില്ലെന്ന അർത്ഥത്തിൽ തലയാട്ടി. പേടിക്കണ്ട, സുരക്ഷിതമായി തിരിച്ചിവിടെ കൊണ്ടുവിടാം. പേടിയൊന്നുമില്ല പയ്യ, എന്നാലും അത് വേണ്ട. എന്നെ അവിടെ ആർക്കും ഇഷ്ടപ്പെടില്ല. കിരണിന്റെ അച്ഛനും അമ്മയും തന്നെയാ പറഞ്ഞ് നിന്നെ കൂടെ കൂട്ടാൻ. ആർക്കും നിന്നെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ഞാൻ വീണ്ടും ഞെട്ടി. ദൈവമേ, ഹരിയേട്ടൻ വീണ്ടും അച്ഛനെ വിളിച്ച് ഇവിടെ അടിയുണ്ടാക്കിയതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇനി ഇതിന്റെ ബാക്കി അവിടെ ചെന്നിട്ട് വാങ്ങണല്ലോ. ബേട്ടി, ഇവര് പറയുന്നതാണ് ശരി. റാംജിയും ബെന്നിച്ചൻ അടുത്തെത്തി. രാകേഷിന്റെ സ്വഭാവം അറിയാലോ. ഇപ്പൊ തൽക്കാലം അടങ്ങിയെന്നേ ഉള്ളൂ. അവൻ വീണ്ടും വന്നേക്കാം. നീയോ കുറച്ചു ദിവസം മാറിയേക്ക്. അതിനുള്ളിൽ നിയമപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ഞാൻ ചെയ്യാം. പിന്നെ ഇവര് അന്യരൊന്നല്ലല്ലോ, നിന്റെ ബയ്യക്ക് വേണ്ടപ്പെട്ടവരല്ലേ. ഹർഷിത ഒന്നും മിണ്ടാത്ത തലകുനിച്ചിരിക്കുകയാണ്. റാംജി പറയുന്ന അനുസരിക്ക്. ഒരു മാറ്റം നല്ലല്ലേ മോളെ? ബെന്നിച്ചനും പ്രോത്സാഹിപ്പിച്ചു. ഇന്ന് രാത്രി വരെ നിനക്ക് സമയമുണ്ട്. അതിനുള്ളിൽ ആലോചിച്ചൊരു തീരുമാനത്തിലെത്ത്. ഞങ്ങൾ നിർബന്ധിക്കില്ല, ഹരിയേട്ടൻ പറഞ്ഞു. പിന്നെ ബെന്നിച്ചനെയും റാംജിയെയും കൂടി ക്ഷേത്രത്തിന് നേരെ നടന്നു. അവിടെ ഞാനും ഹർഷിതയും മാത്രമായി. ക്ഷേത്രത്തിൽ നിന്നും ഹരഹര മഹാദേവ് വിളികൾ മുഴങ്ങുന്നുണ്ടായിരുന്നു. ബേബി, ആൾ എന്നെ നോക്കി. എന്റെ സ്വഭാവം കാരണം അച്ഛനമ്മയൊക്കെ വഴക്ക് പറയുന്നു. പക്ഷെ വീട്ടിൽ വരുന്നവരോട് അവർ ദേഷ്യം കാണിക്കില്ല. നിനക്ക് കാണണ്ടേ അവരൊക്കെ? കിരൺ, ഞാനിങ്ങനെ. അത് മാത്രമല്ല, ഇവിടുത്തെ കൃഷിയൊക്കെ എന്ത് ചെയ്യും? അത് റാംജിയെ ഏൽപ്പിക്കാം. പിന്നെ വിളവെടുപ്പ് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ആശുപത്രി വേണ്ട ഏർപ്പാട് ചെയ്യാം. പോരെ? അതിന്റെ പേരിലാണല്ലോ ഈ പ്രശ്നമൊക്കെ. സമാധാനമാണ് നമുക്ക് വലുത്. എത്ര നാൾ നീ ഇവരോടൊക്കെ യുദ്ധം ചെയ്യും? അവൾ ചിരിച്ചു. കാലങ്ങളായി നടക്കുന്നതാണ് കിരൺ. ഞങ്ങൾ മനുഷ്യരാണെന്നും ഞങ്ങൾക്കും അവകാശങ്ങളുണ്ടെന്ന് അവർ തിരിച്ചറിയുന്നവരെ ഇത് തുടരും. ഞങ്ങളുടെ പൂർവികർ അടികൊണ്ടിട്ടേ ഉള്ളൂ. ഇപ്പോഴുള്ള തലമുറയാണ് തിരിച്ചടിക്കുന്നത്. അതവർക്ക് സഹിക്കുന്നില്ല. അവളുടെ വാക്കുകൾ എൻ്റെ ഉള്ളിൽ തറച്ചു. താഴ്ന്ന ജാതിയിൽ ജനിച്ചു പോയി എന്നുകൊണ്ട് മാത്രം ചവിട്ടിയിറക്കപ്പെടുന്ന ഒരു ജനത. എന്തുകൊണ്ട് ഭരണാധികാരികൾ അവരെ സംരക്ഷിക്കുന്നില്ല? ഇതിലൊക്കെ എന്താണ് രാഷ്ട്രീയ ലക്ഷ്യം? അടിയാളിന്റെ കാലമൊക്കെ കഴിഞ്ഞില്ലേ? പിന്നെന്താ ഇവിടെ ഇങ്ങനെ?
വലിയ വലിയ കാര്യങ്ങളൊന്നും അഭിപ്രായം പറയാൻ എനിക്കറിയില്ല ബേബി. സിനിമകളിലെ പോലെ ഹീറോ ഒന്നുമല്ല ഞാൻ, വേറൊരു സാധാരണക്കാരനാ. ഇപ്പൊ എന്നെ മുന്നിൽ വെച്ച് നിന്നെ ആക്രമിക്കാൻ വന്നുകൊണ്ട് പ്രതികരിച്ചെന്ന് മാത്രം. ഈ നാട്ടുകാരെ തൊട്ടാൽ വീട്ടിൽ കയറി വെട്ടുന്ന ഭയം അവർക്ക് ഉണ്ടാവുന്നവരെ അതൊക്കെ ആവർത്തിക്കും. അതുണ്ടാക്കേണ്ട ഇവിടെയുള്ളവരാ. ഈ പ്രശ്നങ്ങളിൽ നിന്നും കുറച്ച് നാളേക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം തരാൻ ഈ യാത്ര നിന്നെ സഹായിക്കും. ധൈര്യമായിട്ട് വാ. ആൾ മറുപടി പറഞ്ഞില്ല. പക്ഷേ കവിളിലൂടെ കണ്ണുനീർ ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു. അടുത്ത വീട്ടിലെ സ്ത്രീ വിളിച്ചപ്പോൾ അവൾ പെട്ടെന്ന് കണ്ണുകൾ തുടച്ച് അങ്ങോട്ടേക്ക് ഓടി. സമയം രാത്രി 8 മണി. ഞങ്ങൾ യാത്രയ്ക്ക് ഒരുങ്ങിക്കഴിഞ്ഞു. ഹർഷിതയുടെ മുറ്റത്ത് അയൽക്കാരും ബെന്നിച്ചിനും റാംജിയും എൽസമ്മ ചേച്ചിയും എല്ലാവരും ഉണ്ട്. ഹരിയേട്ടൻ കുമാറിന്റെയും വേറെ രണ്ടുപേരുടെയും കൂടെ പുറത്തുപോയതാണ്. എല്ലാവരും നിർബന്ധിച്ചതോടെ ഹർഷിത കൂടെ വരാൻ സമ്മതിച്ചു. ആ സന്തോഷത്തിലാണ് ഞാനും ബാഗും എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങിയത്. റാംജി, ഹോസ്പിറ്റൽ കാര്യം പെട്ടെന്ന് നോക്കണം, ഞാൻ അഭ്യർത്ഥിച്ചു. അദ്ദേഹം എന്റെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. തീർച്ചയായും കിരൺ, ഞാൻ നാളെ തന്നെ മിനിസ്റ്ററെ കാണാൻ പോകുന്നുണ്ട്. അനുകൂലമായ തീരുമാനം ഉടനെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. ഈ ഗ്രാമത്തിലെ എല്ലാവരുടെയും മനസ്സിൽ നിങ്ങൾ ഇടം നേടിക്കഴിഞ്ഞു. 2 ദിവസം കാണാതിരുന്ന പരസ്പരം മറക്കുന്ന ഇക്കാലത്ത് അയൽ വീട്ടിൽ താമസിച്ചിരുന്ന ആൾ തേടി ഇത്രയും ദൂരം വന്ന നിങ്ങൾ നല്ലവരാ. ഈ സ്നേഹത്തിന് ഞങ്ങളുടെ ഗ്രാമം എന്നും കടപ്പെട്ടിരിക്കും. അജയിന്റെ ആത്മാവ് ഇപ്പോൾ ഒത്തിരി സന്തോഷിക്കുന്നുണ്ടാവും. ഇനിയും വരണം. നിങ്ങൾ അതിഥികളല്ല, ഞങ്ങളുടെ കൂടെയുള്ളവർ തന്നെയാ. ഹർഷിത പുറത്തേക്ക് വന്നു. അവളൊരു സാരിയാണ് ധരിച്ചിരിക്കുന്നത്. അത് അവളുടെ അമ്മയുടേതാവാമെന്ന് ഞാൻ ഊഹിച്ചു. കയ്യിലൊരു ചെറിയ ബാഗുണ്ട്. ഞാൻ കൊണ്ടുകൊടുത്ത പലഹാരങ്ങൾ അവൾ അയൽ വീട്ടിലെ കുട്ടികൾക്ക് നൽകി. പിന്നെ വാതിൽ പൂട്ടി താക്കോല് റാംജിയെ ഏൽപ്പിച്ച് അദ്ദേഹത്തിന്റെ കാല് തൊട്ട് വന്നിച്ചു. മഹാദേവൻ അനുഗ്രഹിക്കട്ടെ ബേട്ടി. അദ്ദേഹം അവളെ ചേർത്ത് പിടിച്ച് തലയിൽ ഉമ്മ വെച്ചു. അപ്പോഴേക്കൊരു ജീപ്പ് അവിടെ വന്ന് നിന്നു. അതിൽ നിന്ന് അരിയേട്ടനും കുമാറും ഇറങ്ങി. നിങ്ങൾ എവിടെ പോയത് അരിയേട്ടാ? ഉച്ചക്കത്തെ ഫൈറ്റ് കാരണം വല്ലാത്ത ശരീരവേദന. ഇവിടെ ബ്ലാക്കിന് ബീറിട്ടെന്ന് പറഞ്ഞ് ഇവൻ കൊണ്ടുപോയതാടാ. അവിടെ എത്തുമ്പോൾ റമ്മ് മാത്രമേ ഉള്ളൂ. കോപ്പ് മൂട് പോയി. ഹരിയേട്ടൻ മുറ്റത്തെ ബക്കറ്റിലെ വെള്ളം കൊണ്ട് മുഖം കഴുകി. എന്നാ പിന്നെ പോവല്ലേ? ഹരിയേട്ട ഹർഷിതയോട് ചോദിച്ചു. അവൾ തലയാട്ടി. ഞങ്ങൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് ജീപ്പിൽ കയറി. കുമാറാണ് ഡ്രൈവിംഗ് സീറ്റിൽ. മൺപാതയിലൂടെ ജീപ്പ് ബാലാങ്കി റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി സഞ്ചാരം തുടങ്ങി. ബെന്നിച്ചനും എൽസമ്മ ചേച്ചിയും റാംജിയും പേരോർമ്മയില്ലാത്ത നാട്ടുകാരുമെല്ലാം കാഴ്ചയിൽ നിന്നും മറയുകയാണ്. ഹർഷിത കുനിഞ്ഞ് കൈകളാൽ മുഖം പൊത്തിയിരിക്കുകയായിരുന്നു. ഇടക്കാ ശരീരം വിറകൊള്ളുന്നുണ്ട്. അതെ, അവൾ കരയുകയാണ്. ഞാൻ പതിയെ അവളെ എന്നിലേക്ക് ചേർത്തു. അവൾ എതിർത്തില്ല. വിഷമിക്കേണ്ട ബേബി, എല്ലാം നല്ലതിനാ. ഒറ്റപ്പെടലും മറ്റുള്ളവരുടെ അതിക്രമവും ഒരുപാട് നേരിട്ട് ആ പെൺകുട്ടിയെ ആശ്വസിപ്പിക്കാൻ എന്റെ വാക്കുകൾക്ക് കഴിയില്ലെന്ന് അറിയാമായിരുന്നു. ആള് വെച്ച് നോക്കുമ്പോൾ എനിക്ക് സ്വർഗതുല്യമായ ജീവിതമാണ് കിട്ടിയിരിക്കുന്നത്. ആൾ അനുഭവിച്ചതിന്റെ 100-ലൊന്നും എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. ബയ്യക്ക് വേണ്ടി കുറച്ച് നല്ല ദിവസങ്ങൾ ഹർഷിതയ്ക്ക് സമ്മാനിക്കണം. എന്റെ വീട്ടിൽ സമാധാനത്തോടെ അവൾ ഉറങ്ങട്ടെ. രാത്രി ആയതിനാൽ റോഡിൽ തീരെ വാഹനങ്ങളില്ലായിരുന്നു. 2 മണിക്കൂർ കൊണ്ട് ബാലങ്കീർ സ്റ്റേഷനിലെത്തി. ഞാനും ഹർഷിതയും കുമാരോട് നന്ദി പറഞ്ഞു. കാശ് കൊടുത്തപ്പോൾ അവൻ വാങ്ങാൻ വിസമ്മതിച്ചു. കിരൺ ഭായ്, പണം തന്നതിന് അന്യനായി കാണരുത് പ്ലീസ്. അവൻ പരിഭവിച്ചു. അവിടെ എത്തിയാൽ ഞങ്ങൾ മറക്കാതിരുന്നാൽ മതി. ഇടയ്ക്ക് വിളിക്കണം. അതുപോലെ വർഷത്തിലൊരിക്കലും ഇങ്ങോട്ട് വരണം. ഹരിയേട്ടൻ അവന് മൊബൈൽ നമ്പർ നൽകി. അവന് നമ്പർ വാങ്ങുകയും ചെയ്തു. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു. കുമാർ പോയ ശേഷം ഞങ്ങൾ സ്റ്റേഷനകത്തേക്ക് ചെന്നു. മംഗലാപുരം വരെയാണ് ട്രെയിൻ. അവിടുന്ന് മാറിക്കയറണം. ഡയറക്റ്റ് കണ്ണൂരിലേക്കില്ല. ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ട്രെയിനിൽ കയറി. ഹർഷിത ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ഞാനും അടുത്തിരുന്നു. ഹരിയേട്ടൻ 2 ബോട്ടിൽ വെള്ളവും കുറച്ച് ചിപ്സും വാങ്ങി വന്ന് ഞങ്ങൾക്ക് നൽകി. രാത്രി ആയതിനാൽ സ്റ്റേഷനിലെ ആളുകൾ വളരെ കുറവായിരുന്നു. ഞാൻ ആദ്യമായിട്ടാ ഇത്രയും ദൂരേക്ക് ട്രെയിനിൽ പോകുന്നത്, ഹർഷിത നോട്ടം മാറ്റാതെ പറഞ്ഞു. പണ്ട് പയ്യ കേരളത്തിലേക്ക് വരുമ്പോൾ കൂടെ വരാൻ ഞാൻ എപ്പോഴും വാശി പിടിക്കും. ഒരു നാൾ കൊണ്ടുപോകാന്ന് പയ്യ വാക്ക് തരും. ഇപ്പം ഇതാ ഞാൻ കേരളത്തിലേക്ക് പോവാ, പയ്യ ഇല്ലാതെ. സന്തോഷിക്കുകയാണോ സങ്കടപ്പെടുകയാണോ വേണ്ടെന്ന് അറിയില്ല കിരൺ. ഞാനൊന്നും മിണ്ടാതെ അവളുടെ കൈ പിടിച്ചമർത്തി. ഹരിയേട്ടൻ ഞങ്ങളെ ശ്രദ്ധിക്കാത്ത മട്ടിലിരിക്കുകയാണ്. ട്രെയിൻ പതിയെ മുന്നോട്ട് നീങ്ങി. യാതൊരു കാരണവുമില്ലാതെ രാകേഷ് പടനായിക്കുന്ന വില്ലൻ ചൊറിയാൻ വന്നതും അവനുമായി അടിപിടി കൂടിയതൊക്കെ ഓർത്തപ്പോൾ എന്തിനോ എനിക്ക് ചിരി പൊട്ടി. ഒരു മസാല ഹിന്ദി പടം പോലെ തോന്നുന്നു. തലനാരിഴക്കാണ് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടത്. കൂട്ടം കൂടി ആക്രമിക്കുന്നതിന്റെ വാർത്തകൾ വായിക്കുന്നല്ലാതെ നേരിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അടികൊണ്ടയിടത്തൊക്കെ നല്ല വേദന അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ ഹർഷിത കൂടെയുള്ളതിനാൽ ആ വേദന മറക്കാൻ കഴിയുന്നു. ആൾക്ക് ഉറക്കം വരുന്നു എന്ന് മനസ്സിലായതോടെ ഞാൻ എഴുന്നേറ്റ് കിടക്കാൻ പറഞ്ഞു. അവളതനുസരിച്ചു. ബാഗിൽ നിന്നൊരു ബെഡ്ഷീറ്റ് എടുത്ത് അവളെ പതപ്പിച്ച ശേഷം ഞാൻ അടുത്ത സീറ്റിലേക്ക് ഇരുന്നു. ട്രെയിനിന്റെ വേഗം കൂടി. ഒരു ഉളുപ്പില്ലാതെ കണ്ട ഹിന്ദിക്കാരുടെ അടിയും വാങ്ങി വന്ന് സുഖമായിട്ട് ഉറങ്ങാം കിഴങ്ങൻ. ആരുടെയോ ശബ്ദം കേട്ട് ഞാൻ ഞെട്ടി കണ്ണുറന്നു. അമ്മ കയ്യിലൊരു ചൂലും പിടിച്ച് നിൽക്കുന്നു. സ്ഥലകാലബോധം തിരിച്ചിട്ടാൻ കുറച്ച് സമയം വേണ്ടി വന്നു. ഇതെന്റെ മുറിയാണ്. 2 ദിവസം നീണ്ട യാത്രയ്ക്ക് ശേഷം പുലർച്ചെയാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. വന്നയുടനെ കുളി കഴിഞ്ഞ് കയറി കിടന്നു. ഞാൻ പെട്ടെന്ന് മൊബൈൽ എടുത്തു. സമയം വൈകിട്ട് 4:30. അമ്മേ, ബേബി അല്ല ഹർഷിതയുടെ രൂക്ഷമായിരുന്ന ഓട്ടമായിരുന്നു മറുപടി.
രംഗം അനുകൂലമല്ല. ഇപ്പൊ എന്തെങ്കിലും മിണ്ടാൻ പോയാൽ ചൂലുണ്ടായിരിക്കും അടി. കൂടെ പഠിച്ചവരൊക്കെ നല്ല നിലയിലെത്തി. എല്ലാവർക്കും കല്യാണം കഴിഞ്ഞ് കുട്ടികളുമായി. ഇവിടെ ഒരുത്തിന് ഇതുവരെ കുട്ടികളി മാറിയിട്ടില്ല. നാട്ടിലെ പ്രശ്നങ്ങൾ പോരായിട്ട് ഒറീസ വരെ ചെന്ന് തല്ലുണ്ടാക്കിയിരിക്കുന്നു. നീ ഒരുത്തനെ ആരെയെ നശിപ്പിക്കുന്നു? ഒറീസ അല്ലമ്മേ, ഒഡീഷ. ദേ ചെക്ക, കിട്ടും എന്റെ കയ്യിന്ന്. അമ്മ ചൂല് ചൂണ്ടി. അച്ഛനോടും അമ്മയോടും കള്ളം പറഞ്ഞ് ദൈവം തന്ന ശിക്ഷയാടാ ഇത്. ഇനി പുറകെ ഹിന്ദി പറയുന്ന പോലീസും കൂടി വന്നാൽ പൂർത്തിയായി. ഇങ്ങനെ പ്രാഗില്ലേ അമ്മേ, എന്തെങ്കിലും കഴിക്കാൻ നല്ല വിശപ്പ്. ഇങ്ങോട്ട് കൊണ്ടുവരണമായിരിക്കും. താഴേക്ക് ചെല്ലടാ. അമ്മ ഞാൻ കൊണ്ടുവന്ന ബാഗ് തുറന്ന് മുഷിഞ്ഞ ഡ്രസ്സുകളെടുത്ത് മുറിയിട്ടിറങ്ങി. ഞാൻ വീണ്ടും ഫോൺ എടുത്തു. ബെന്നിച്ചന്റെ 2 മിസ്ഡ് കോൾ കിടക്കുന്നുണ്ട്. ഞാൻ തിരിച്ചു വിളിച്ചു. കിരണേ, നാട്ടിലെത്തിയോ? ഊ ബെന്നിച്ച, കുഴപ്പമൊന്നുമില്ലല്ലോ. ആ കുട്ടിയൊക്കെ അല്ലേ? അതെ. ഇവിടെ ഒരു സംഭവം ഉണ്ടായി, അറിഞ്ഞോ? ഞാൻ ഹരീഷിനെ വിളിച്ച് പറഞ്ഞിരുന്നു. ഇല്ല, എന്തേ? ആ രാകേഷിന് ആരോ പഞ്ഞി കിട്ടു. ഉള്ളതാണോ? അതെ, നിങ്ങൾ പോയ ദിവസം രാത്രിയാണ് സംഭവം അറിഞ്ഞ്. തല്ലിച്ചതച്ച് മഹാനദിക്കരയിൽ കൊണ്ടിട്ടു. അടുത്ത ദിവസം രാവിലെ മീൻ പിടിക്കാൻ പോയവരെ ആശുപത്രിയിൽ എത്തിച്ച് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല. അതാരാ ചെയ്ത്? അറിയില്ല കിരണേ. പുറത്തിറങ്ങിയാൽ നാണക്കേടാവുന്നോണ്ട് ബൈക്കിൽ നിന്ന് വീണെന്ന് അവരെല്ലാവരോടും പറഞ്ഞു. പക്ഷെ ആശുപത്രിയിൽ നിന്ന് വിവരം ചോർന്നു. നന്നായി, ആ തെണ്ടിക്ക് അങ്ങനെ തന്നെ വേണം. സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് വിളിക്കുക കേട്ടോ. എന്നെ മാത്രമല്ല, റാംജി. ആ വിളിക്കാൻ പറ്റിച്ച. ഞാൻ ഫോണ് ചാർജ് ചെയ്യാൻ വെച്ച് എഴുന്നേറ്റ് ഫ്രഷായി താഴേക്കെന്ന്. ഹർഷിതയും ചേച്ചി നിവേദ്യമോളും ഡൈനിങ് ടേബിളിന്റെ അടുത്തിരിക്കുന്നുണ്ട്. ചേച്ചിയുടെ നൈറ്റിയാണ് അവൾ ഇട്ടിരിക്കുന്നത്. നെറ്റിയിൽ ഭസ്മക്കുറി, തലയിൽ തുളസിക്കതിർ. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അവൾ മലയാളിയായോ? മോളുടെ തല്ലുവിളി മാമൻ. എന്നെ കണ്ടതും ചേച്ചി നിവേദ്യമോളോട് പറഞ്ഞു. അവൾ ഓടി വന്നെന്നെ കെട്ടിപ്പിടിച്ചു. എനിക്ക് എന്താ മാമ കൊണ്ടുവന്നേ? മാമൻ കൊണ്ടുവന്ന മുതലാ ഈ ഇരിക്കുന്നത്. വീണ്ടും ചേച്ചിയുടെ കൗണ്ടർ. മാമ തല്ലു കൊറേ കിട്ടിയോ മാമിക്ക്? ആഹ്, തള്ളയുടെ മോള് തന്നെ. ഞാൻ എണ്ണീല മോളെ. നിന്റെ അച്ഛമ്മയ്ക്കോർ എണ്ണീട്ടുണ്ടാവും. എവിടാ മഹാൻ? പുറത്തിരിക്കുന്നുണ്ട്. ഞാൻ ഹർഷിതയെ നോക്കി. എന്തെങ്കിലും കഴിച്ചോ? അവൾ തലയാട്ടി. എല്ലാവരെയും പരിചയപ്പെട്ടോ? എനിക്ക് ഒത്തിരി ഇഷ്ടമായി കിരൺ. നല്ല ആളുകളാ, പ്രത്യേകിച്ച് സാബ്. മുത്തപ്പ അച്ഛൻ. പുലർച്ചെ വന്നപ്പോ അച്ഛൻ നല്ല ഉറക്കായിരുന്നു. അതുകൊണ്ട് കഷ്ടിച്ച് ഞാൻ രക്ഷപ്പെട്ടതാ. അതെ, നീ കൊണ്ടുവന്നിരുന്ന് വലിയ അധികാരമൊന്നും കാണിക്കണ്ട. ഇവളുടെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട്. ചേച്ചിയുടെ മുന്നറിയിപ്പിന് പകരമായി ഒരു ലോഡ് പുച്ഛം വാരി വിതറിക്കൊണ്ട് ഭക്ഷണം കഴിച്ച് ഞാൻ സിറ്റ് ഔട്ടിലേക്ക് ചെന്നു. ഹരിയേട്ടൻ അവിടെ കാലം നീട്ടിയിരിക്കുന്നുണ്ട്. വന്നു കയറിയ ഉടനെ എനിക്ക് തള്ളിയിട്ടി എല്ലാവരോടും വിളമ്പിയല്ലേ? ഓവ്, നിന്നോട് അത്രയെങ്കിലും ചെയ്യണ്ടടാ. അച്ഛനെവിടെ ഹരിയേട്ടാ? ഇപ്പോഴാ റോഡിലേക്ക് ഇറങ്ങിയത്. ഇത്രയും നേരം ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. നിനക്ക് വേദന ഉറവില്ലെങ്കിൽ ആ ഗോവിന്ദമതിയുടെ അടുത്ത് പോയി ദേഹം മുഴുവൻ തിരുമിക്കാൻ പറഞ്ഞു. ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഹരിയേട്ടൻ്റെ അടുത്തിരുന്നു. ഒന്ന് ചോദിച്ചാൽ സത്യം പറയണം. എന്താടാ, നിങ്ങൾ അന്ന് ആ രാകേഷിന് പണിയെടുത്തോ? എന്ത് പണി? ഹരിയേട്ട കളിക്കല്ലേ? സത്യം പറ. അത് നിങ്ങൾ എവിടെയൊക്കെ പോയത്? ഞാനൊരു ബിയർ കിട്ടുമെന്നറിയാൻ. ഞാൻ ഹരിയേട്ടനെ മുഖം പിടിച്ച് എന്നെ നേരെ തിരിച്ചു. പറ മനുഷ്യ. ഹരിയേട്ടൻ എന്നെ തന്നെ കുറച്ചു നേരം നോക്കി, പിന്നെ ചിരിച്ചു. ഓവ്, 2 കാര്യത്തിനാ ഞാൻ അവനെ തല്ലിയത്. ഒന്ന്, ഒറ്റയ്ക്ക് താമസിക്കുന്ന പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചതിന്. 2, നിന്റെ ദേഹത്ത് കൈവച്ചതിന്. ഇതിനൊന്നും പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ കണ്ണൂർക്കാരനാണെന്ന് നെളിഞ്ഞാണെന്നിട്ട് എന്താടാ പ്രയോജനം? ഹരിയേട്ടൻ പുറകിലേക്ക് ചാരിയിരുന്നു. നിനക്കൊരു കാര്യം അറിയ കിട്ടൂ. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യ മഹാരാജ്യത്ത് ഒരു വർഷം 30,000 മുതൽ 35,000 വരെ റേപ്പ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ ദിവസത്തിൽ 85 മുതൽ 90 കേസ്. അതായത് 15-20 മിനിറ്റുള്ളിൽ ഒരു കേസ്. ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന്റെ കണക്കുകളാണ്. പേടിച്ചു നാണക്കേട് ഒഴിവാക്കി മറച്ചു വെക്കപ്പെടുന്ന വേറെയും ഉണ്ടാവും. പിറന്ന മണ്ണിനെ മാതാവായി കാണുന്ന സംസ്കാരമുള്ള നാട്ടിലായതെന്ന് ഓർക്കണം. ഇവിടുത്തെ നിയമത്തിന് കഴിയാത്ത സാധാരണക്കാരനായി എനിക്കോ നിനക്കോ കഴിയില്ല. പക്ഷേ പറ്റുന്നിടത്തൊക്കെ പ്രതികരിക്കണം. ആ കഴിവരുടെ മോൻ വല്ലാത്തൊരു നോട്ടം നോക്കി ബൈക്കിൽ കയറി പോകുമ്പോൾ എന്റെ മനസ്സിൽ തെളിഞ്ഞ അവനും കൂട്ടുകാരെ ഹർഷിതരെ വീട്ടിൽ അതിക്രമിച്ച് കയറി മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചതാ. എനിക്കൊരു പെൺകുട്ടി വളർന്നു വരുന്നുണ്ട്. ഇതുപോലെയുള്ള ഇരുകാലി മൃഗങ്ങൾ ഒന്നിനെ മുന്നിൽ കിട്ടിയിട്ട് വെറുതെ വിടാൻ പറ്റില്ലല്ലോ. ഹരിയേട്ടൻ നിർത്തി. പിന്നെ നിന്റെ കാര്യം. കവിതയെ കെട്ടി അന്നു മുതൽ നിന്നെ അളിയനായിട്ടല്ല അനിയനായിട്ടാണ് ഞാൻ കണ്ടത്. ആ നിന്റെ ദേഹത്തുനിന്ന് ഒരു തുള്ളി ചോര പൊടിഞ്ഞെങ്കിൽ അതിന് ഞാൻ പകരം ചോദിക്കണ്ടടാ. ഞാൻ ഹരിയേട്ടൻ്റെ അടുത്തേക്ക് ചേർന്നിരുന്നു. എങ്ങനെയാ പണിഞ്ഞ് അത് പറ. അവൻ ആ പുഴയുടെ അടുത്തുള്ള മാവിൻ തോട്ടത്തിൽ ഡെയിലി വെള്ളടിക്കാൻ ചെല്ലാറുണ്ടെന്ന് കുമാർ പറഞ്ഞു. അവൻ്റെ കൂടെ വേറെ ആളുകളുണ്ടാകുന്ന കരുതിയാ കുമാർ ഫ്രണ്ട്സിനെയും കൂട്ടിയത്. പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ആ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഫുൾ ബോട്ടിലിന്റെ പകുതിയോളം അടിച്ച് കിറങ്ങിയിരിക്കുകയായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. തോർത്ത് തലവഴിയിട്ട് ആട് തോമസ് സ്റ്റൈലിൽ ഇടിച്ചു. എന്റെ കൈ കുഴഞ്ഞപ്പോ കുമാറും ഫ്രണ്ട്സ് അത് ഏറ്റെടുത്തു. ഞങ്ങൾ തളനും വരെ ഇരുത്തിയും കിടത്തി എയറിൽ നിർത്തിയൊക്കെ തല്ലി. അവസാനം കാൽമുട്ടിലെ ചിരട്ട പൊട്ടിച്ച് പുഴയിൽ മുക്കി. ചത്തുപോകാൻ തോന്നിയപ്പോ അവിടെ കിടത്തി ഞങ്ങൾ സ്കൂട്ടായി. ആര് എന്തിന് തല്ലിയെന്നവൻ അറിയണമായിരുന്നു. പിന്നെ ഒഡീഷയിൽ ജയിലിൽ ചെന്ന് കിടക്കാൻ എനിക്ക് തലക്കോളല്ലേ.
ഹരിയേട്ടൻ എഴുന്നേറ്റ് മുണ്ട് മടക്കി കുത്തി. എവിടെയായിരുന്നെങ്കിൽ നിന്റെ ചേച്ചി ജാമ്യത്തിലെടുക്കും. അവിടെ ചിലപ്പോൾ ചാകുന്നവരകത്തെടുക്കേണ്ടി വന്നേനെ. പക്ഷെ വേറെ കുഴപ്പമുണ്ട്. ഇനി അർഷിത തിരിച്ചു പോകുമ്പോൾ അവൻ പ്രശ്നം ഉണ്ടാക്കില്ലേ? ആള് കൂടെ പോയാൽ നമ്മൾ ഉറപ്പായിട്ടും പൊക്കും. അതപ്പോഴല്ലേടാ വഴിയുണ്ടാക്കാം. നിന്നോടൊന്നേ പറയാനുള്ളൂ, പ്രായപൂർത്തിയായ ഒരു പെങ്കച്ചുള്ള വീടാ. ഈ കുട്ടി നിക്കറ് മാത്രമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഷോ ഒന്നും വേണ്ട. അതെന്തോ നിന്നെ കുടിക്കുന്ന വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല. അത് തന്നെ. പെട്ടെന്ന് റെഡിയായ ട്രാവൽസിലേക്ക് പോയി കണക്കൊക്കെ നോക്ക്. ഞാൻ ബസ് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയാ ടയർ മാറ്റണം. ഹരിയേട്ടൻ നടന്നു. അകത്തുനിന്ന് അർഷിതയുടെയും ചേച്ചിയുടെയും പൊട്ടിച്ചിരികൾ മുഴങ്ങുന്നുണ്ട്. അവിടെ ചെന്നിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ അടക്കി. എന്തിനാ വെറുതെ ചേച്ചിയുടെയും അമ്മയുടെയും വായിലിരിക്കുന്ന കേൾക്കുന്നു? രാത്രി അർഷിതയെ ചേച്ചി ഹരിയേട്ടൻ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അച്ഛൻ വിചാരിച്ചത്ര വഴക്കൊന്നും പറഞ്ഞില്ല. എത്ര പറഞ്ഞിട്ട് ഞാൻ നന്നാവില്ലെന്ന് കരുതിയിട്ടുണ്ടാവും. പിന്നീട് 2 ദിവസം ട്രാവൽസിലെ തിരക്കുകളിലായിരുന്നു ഞാൻ. മാധവന്റെ മോനും മകളുടെ ഭർത്താവും ഒഡീഷയിൽ നിന്നൊരു പെണ്ണിനെ കൊണ്ടുവന്ന കാര്യം നാട്ടിൽ പാട്ടായി കഴിഞ്ഞു. ചായക്കടയിലും കള്ള് ഷാപ്പിലും കുടുംബശ്രീ യോഗങ്ങളിലും ഹർഷിതയായിരുന്നു ചർച്ചാ വിഷയം. പലരും വിശദവിവരങ്ങൾ അറിയാൻ എന്നെ സമീപിച്ചെങ്കിലും ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. കേരളത്തിൽ നിന്നും പെണ്ണ് കിട്ടാത്തതുകൊണ്ടാണ് ഹിന്ദിക്കാരിയെ വളച്ചെടുത്തുന്നവരെ ചില തെണ്ടികൾ കണ്ടെത്തി. ഞങ്ങളാരെയും തിരുത്താൻ മെനക്കെട്ടില്ല. ഹർഷിത പക്ഷെ ഇതൊന്നും അറിഞ്ഞില്ല. രാവിലെ ചേച്ചിയുടെ കൂടെ അവൾ വീട്ടിലെത്തും. ഒരു നിമിഷം പോലും വെറുതെ നിൽക്കാതെ എന്തെങ്കിലും ജോലികൾ ചെയ്തുകൊണ്ടിരിക്കും. മുറി ഹിന്ദിയിലും ആംഗ്യഭാഷയിലുമായിരുന്നു അമ്മയും ചേച്ചി അവളോട് സംസാരിച്ചിരുന്നത്. എന്നെ കാണുമ്പോൾ അവൾ മനോഹരമായ പുഞ്ചിരി സമ്മാനിക്കും. അവൾ അടുത്തു വരുന്ന നേരം കെട്ടിപ്പിടിച്ച് ഉമ്മോക്കാനൊക്കെ തോന്നുമെങ്കിലും തല്ലികൊള്ളാൻ വയ്യാത്തതുകൊണ്ട് എന്നിലെ ആക്രാന്തക്കാരനെ ഞാൻ ശാസിച്ചടക്കും. വൈകിട്ട് അവൾ തിരിച്ച് ചേച്ചിയുടെ വീട്ടിലേക്ക് പോകും. ഞായറാഴ്ചകളിൽ ഞങ്ങളെല്ലാം ഒരുമിച്ചായിരിക്കും. കുന്നത്ത് കാവിലെ തെയ്യം. രാത്രി എല്ലാവരും ചേർന്നാണ് പോയത്. ഹർഷിത നിവേദ്യമോളെടുത്ത് ചേച്ചിയോടൊപ്പം മുന്നിൽ, അതിനു പുറകെ അച്ഛനും അമ്മയും, ഏറ്റവും പുറകിലായി ഞാനും ഹരിയേട്ടനും. ഇരുവശവും ട്യൂബ് ലൈറ്റുകൾ സ്ഥാപിച്ച വഴിയിലൂടെ കാവിലേക്ക് നടക്കുമ്പോഴും നാട്ടുകാരുടെ ശ്രദ്ധ ഹർഷിതയിലായിരുന്നു. കുട്ടു, ഹർഷിതക്ക് തിരിച്ചോണെന്ന് പറയുന്നുണ്ടായിരുന്നു. ഹരിയേട്ടന്റെ വാക്കിൽ കേട്ട് ഞാൻ ഞെട്ടി. പോവാനോ? പിന്നില്ലാതെ ആളുടെ സ്ഥിരതാമസം ഒന്നൊന്നല്ലല്ലോ. കുറച്ച് നാളവിടെ ബയ്യക്ക് ഇഷ്ടപ്പെട്ടവരെ കാണാനും കൂടെ കഴിയാനും വന്നു. അത് സാധിച്ചു. ഇനി തിരിച്ചു പോവും. ഇപ്പൊ 2 ആഴ്ചയിൽ കൂടുതലായില്ലേ ഇവിടെ. എന്നാലും ഇത്ര പെട്ടെന്ന് എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. എടാ, ഏതോ ഒരു പെണ്ണിനെ വീട്ടിൽ താമസിപ്പിക്കുന്നത് ആൾക്കും നമുക്ക് നല്ലതല്ല. വെറുതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ. നിനക്കെന്താ ഇത്ര ദണ്ണം? നിന്റെ ഭാര്യൊന്നുമില്ലല്ലോ. ഞാനൊന്നും മിണ്ടിയില്ല. അമ്മ ഉത്സവപ്പറമ്പിലെ കടയിൽ നിന്നും കുപ്പിവളകൾ വാങ്ങി ഹർഷിതയുടെ കൈകളിൽ അണിയിക്കുകയാണ്. നിവേദ്യമോൾ അച്ഛൻ്റെ കൂടെ കളിപ്പാട്ടങ്ങൾ തിരയുന്നു. മറ്റന്നാളത്തേക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടുമെന്ന് നോക്കട്ടെ. ഞാൻ അവളെ കൊണ്ടുവിടാം. നീ വരണ്ട. നമ്മൾ 2 ആളും പോയാൽ മിക്കവാറും ട്രാവൽസ് പൂട്ടേണ്ടി വരും. പിന്നെ നാളെ നമുക്ക് പെണ്ണ് കാണാൻ പോണം. നല്ല കുട്ടിയാടാ. ബാങ്കിൽ ജോലി ചെയ്യുന്ന മധുവേട്ടൻ്റെ മോള്. എപ്പോഴാ വരുമെന്ന് ചോദിച്ച് പുള്ളി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കല്യാണം കഴിയുമ്പോൾ അതിന് കുറച്ച് ഉത്തരവാദിത്തമൊക്കെ വന്നോളൂ. അതിന് ഞാൻ മറുപടി പറഞ്ഞില്ല. ഹർഷിത തിരിച്ചു പോവുകയാണെന്ന് ഓർക്കുമ്പോൾ നെഞ്ചിനുള്ളിൽ ഒരു പിടച്ച്. ഇത്രയും ദിവസം വീട്ടിൽ ഉത്സവമേളം തന്നെയായിരുന്നു. രാവിലെ ചേച്ചി അവളെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് ജോലിക്ക് പോയാൽ പിന്നെ വീട് അവിടെ കൺട്രോളിലാണ്. അമ്മയെ ഒരു പണിയെടുക്കാൻ സമ്മതിക്കില്ല. ചോറും കറിയും ഉണ്ടാക്കുന്ന ഒഴിച്ച് ബാക്കിയെല്ലാം അവൾ തന്നെ. തന്റെ നാട്ടിലെ ഭക്ഷണം ഞങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെന്ന് അവൾക്കറിയാം. അച്ഛനോടായിരുന്നു അവൾക്ക് കൂടുതൽ അടുപ്പം. വന്ന ദിവസം സാബ് എന്നായിരുന്നു അച്ഛനെ വിളിച്ചിരുന്നത്. അച്ഛനത് മാറ്റി. ഇപ്പോ അപ്പ അമ്മ എന്നായി വിളി. ചേച്ചിയെ ദീദിയെന്നും നിവേദിയെ നീവിയെന്നും വിളിക്കും. അച്ഛൻ പുറത്തുപോയി വരുമ്പോൾ ആൾക്ക് പലഹാരങ്ങളും മറ്റും കയ്യിലുണ്ടാവും. നിവേദ്യമോളെ പോലെ തന്നെയാണ് അച്ഛൻ ഹർഷിതയെയും സ്നേഹിക്കുന്നത്. അമ്മയാണെങ്കിൽ അവൾ ഉള്ളം കയ്യിൽ എന്ന പോലെയാണ് കൊണ്ടു നടക്കുന്നത്. തലയിൽ എണ്ണ അയച്ചു കൊടുക്കുന്നോ കണ്ണെഴുതി കൊടുക്കുന്നൊക്കെ പതിവ് കാഴ്ചയാണ്. ഒരു സുപ്രഭാതത്തിൽ അവൾ പോകുന്നതിൽ ഇവർക്കൊന്നും യാതൊരു വിഷമവുമില്ലേ. ഹർഷിത കയ്യിലെ കുപ്പിയോളകൾ എന്നെ കാണിക്കുന്നുണ്ട്. ഞാൻ സൂപ്പറാണെന്ന് ആംഗ്യം കാണിച്ചു. റിമി ഡോമിയുടെ ഗാനമേള തുടങ്ങി. നാട്ടിലെ പിള്ളേരുടെ കൂടെ ഹരിയേട്ടനും ഡാൻസ് കളിക്കുകയാണ്. ഞാൻ മാത്രം എന്തോ നഷ്ടമായവനെ പോലെ ഒറ്റയ്ക്കിരുന്നു. ഒഡീഷയിലേക്ക് പോവണ്ടായിരുന്നു. ഹർഷിതയെ കാണേണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പോഴിങ്ങനെ ഉരുകുന്നത്. എനിക്ക് ആ പെൺകുട്ടിയോട് പ്രണയമാണ്. വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. പക്ഷെ അവളോടോ വീട്ടുകാരോടോ പറയാനുള്ള ധൈര്യമില്ല. ഈ പ്രായത്തിലുള്ള പല പെൺകുട്ടികളോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിലും ഹർഷിതയോട് ബഹുമാനം കലർന്നൊരു സ്നേഹമാണ്. അവളുടെ ലക്ഷ്യങ്ങളോട് ആദരവാണ്. നേരിട്ട് കണ്ടിട്ട് അധികം നാളുകളായിട്ടില്ലെങ്കിലും അവൾ ഇന്ന് എൻ്റെ ആരൊക്കെയാണെന്ന തോന്നൽ എന്തിനോ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പുലർച്ചെ തെയ്യക്കോലങ്ങൾ ഉറഞ്ഞാടുന്നൊക്കെ അത്ഭുതത്തോടെ ഹർഷിത നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഇതെല്ലാം പുതിയ അനുഭവങ്ങളാണ്. അമ്മയും അച്ഛനും അവളെയും കൂട്ടി കണ്ണൂർ ജില്ലയിൽ ഒരുപാട് ക്ഷേത്രങ്ങളിൽ തൊഴാൻ പോയിട്ടുണ്ട്. ജാതിമത ഭേദമില്ലാതെ എല്ലാവർക്കും കയറി ചെല്ലാൻ പറ്റുന്ന പറശ്ശിനിക്കട മുത്തപ്പൻ ക്ഷേത്രമാണ് അതിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടമായത്. ജാതി ഭ്രാന്തന്മാരുടെ അടിച്ചമർത്തലുകൾ കണ്ടും അനുഭവിച്ചും വളർന്ന ഒരാളാണ് അവളി എന്ന് തന്നെയാണ് കാരണം. വീട്ടിലെത്തുമ്പോൾ നേരം വെളുത്തിരുന്നു. നിനക്കെന്താണോ വയ്യേ? ഒരു മൂഡ് ഓഫ്? ഹരിയേട്ടൻ ചോദിച്ചു. ഒന്നുമില്ല, കുറച്ചേരം ഉറങ്ങിക്കോ. ഉച്ചയാകുമ്പോൾ പെണ്ണ് കാണാൻ പോവേണ്ടതാ. ഹരിയേട്ടനും ചേച്ചി ഹർഷിതയും കൂട്ടി അവരുടെ വീട്ടിലേക്ക് പോയി. നിവേദ്യമോളെയും കൊണ്ട് അച്ഛനും അമ്മയും ഉറങ്ങാൻ കിടന്നു.
എനിക്ക് പക്ഷെ ഉറക്കം വന്നില്ല. കുറെ നേരം മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ബെഡിൽ ഇരുന്ന് മുടി പിടിച്ച് വലിച്ചു. മണിക്കൂറുകൾ കഴിഞ്ഞതോടെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ബൈക്കും എടുത്ത് നേരെ അരിയേട്ടന്റെ വീട്ടിലേക്ക് ചെന്നു. 10 തവണ കോളിംഗ് ബെല്ലടിച്ച ശേഷമാണ് വാതിൽ തുറന്നത്. എന്താണ് തെണ്ടി, നിനക്ക് ഉറക്കമില്ലേ? ചേച്ചി കണ്ണു തീർപ്പിക്കൊണ്ട് ദേഷ്യപ്പെട്ടു. ഹർഷിതയുടെ എന്തിനാ? വിളിക്ക്, ആവശ്യമുണ്ട്. അവള് നല്ല ഉറക്കാടാ. സാരല്ല. ഞാൻ ചേച്ചിയെ തള്ളിമാറ്റി അകത്തേക്ക് കയറി. ഗസ്റ്റ് റൂമിൽ ഹർഷിത മൂടി പുതച്ച് നല്ല ഉറക്കത്തിലാണ്. ഞാൻ അവളെ കുലുക്കി വിളിച്ചു. കണ്ണു തുറന്നു നോക്കി അവളെ എന്നെ കണ്ട് ഞെട്ടി. എന്താ കിരൺ? എഴുന്നേൽക്ക്, നമുക്ക് പുറത്തു പോകണം. ഇപ്പോഴോ? അതെ. ഞാൻ ഹർഷിതയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് പുറത്തേക്ക് നടന്നു. എവിടേക്കാടാ? ചേച്ചിയുടെ ചോദ്യത്തിന് ഉത്തരം നൽകാതെ ഞാൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. കേറ്. കിരൺ, ഞാനൊന്ന് ഡ്രസ് ചേഞ്ച് ചെയ്യട്ടെ. നിന്നോടല്ലേ കയറാൻ പറഞ്ഞ്? ഞാൻ ദേഷ്യപ്പെട്ടതോടെ ആൾ ബൈക്കിൽ കയറി. ഒന്നും മനസ്സിലാവാൻ നിൽക്കുന്ന ചേച്ചിയെ ഗവനിക്കാതെ ഞാൻ ബൈക്ക് മുന്നോട്ടെടുത്തു. നേരെ ചെന്നത് നാട്ടിലെ സഹകരണ ആശുപത്രിയുടെ അടുത്തേക്കാണ്. ഇറങ്ങ്. ഹർഷിത് ഇറങ്ങി. ബൈക്ക് സ്റ്റാൻഡിലിട്ട് ഞാനും ഇറങ്ങി. ഈ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സ്ഥലത്താ എന്റെ തറവാടുണ്ടായിരുന്നു. ആൾ അങ്ങോട്ട് നോക്കി. ദാ ആ വരുന്ന ആംബുലൻസ് കണ്ടോ? അവിടെയായിരുന്നു അജയ് ഭയ്യ താമസിച്ചിരുന്ന വാടക വീട്. കാറ് പാർക്ക് ചെയ്തെടുത്ത് അമ്മൂമ്മ പച്ചക്കറികൾ നട്ടുപിടിപ്പിച്ചിരുന്നു. അവിടുന്ന് പയറും മത്തങ്ങയും ചീരൊക്കെ പറിച്ച് മതിലിന് മുകളിലൂടെ ബയ്യെ കൊടുക്കുന്ന അമ്മൂമ്മയെ എനിക്കിപ്പോഴും കാണാം. ഹർഷിത ശ്രദ്ധയോടെ അവനെ കേൾക്കുന്നുണ്ട്. അങ്ങ് ദൂരെ ജനിച്ചു വളർന്ന ഒരാള് ഈ കൊച്ചു കേരളത്തിൽ വന്ന് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാളായി മാറിയത് വളരെ പെട്ടെന്നായിരുന്നു. അയാൾക്കൊരു അനിയത്തിയുണ്ടെന്നും ഇതുവരെ കാണാത്ത ഞങ്ങൾക്കെല്ലാം ആൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ ആദ്യം കൗതുകം തോന്നി. പിന്നെ ആ കൗമാരക്കാലത്ത് അതൊരു പ്രണയമായി മാറുകയായിരുന്നു. പല രാത്രികളിലും നിന്റെ മുഖം ഞാൻ സ്വപ്നം കണ്ടു. നീയും ബയ്യെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഞാൻ എൻ്റെ പുസ്തകത്തിനുള്ളിൽ കുറേ നാൾ സൂക്ഷിച്ചിരുന്നു. ബയ്യ ഇവിടുന്ന് പോയ ശേഷവും ഇടയ്ക്കിടെ ഞാനത് എടുത്തു നോക്കും. പിന്നീട് എപ്പോഴോ നീ എന്ന സ്വപ്നം നഷ്ടപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷം നിന്നെയും ബയ്യയും കാണാൻ അവിടേക്ക് വന്നു. ബയ്യ മരിച്ചെന്ന വേദന, അതോടൊപ്പം നിന്നെ കാണാൻ കഴിഞ്ഞുള്ള സന്തോഷം, എല്ലാം കൂടി വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഞാൻ. നീ ഞങ്ങളുടെ കൂടെ ഇങ്ങോട്ട് വന്നോടെ സ്വർഗത്തിലെത്തിപ്പെട്ട പോലെ തോന്നി. ഞാൻ അവിടെ നേരെ തിരിഞ്ഞു. വളരെ പെർഫെക്റ്റായ ഒരാളൊന്നുമല്ല ഞാൻ. ഒരുപാട് കുറവുകളുണ്ട്. പക്ഷെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. മരണം വരെ എൻ്റെ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. തിരിച്ചു പോകാനുള്ള തീരുമാനം മാറ്റണം പ്ലീസ്. ആളിമ്മ ചിമ്മാതെ അവനെ നോക്കി നിൽക്കുകയാണ്. വീട്ടുകാരെങ്ങനെ സമ്മതിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല. നിന്നെ കൈവിട്ടിളയാനും പറ്റില്ല. ദൈവമെന്തെങ്കിലും വഴിയാണ് ശരിയായിരിക്കും. നിന്റെ ഗ്രാമത്തിലെ പോലെ പെൺവീട്ടുകാർ കൊടുക്കുന്ന പൈസയുടെയും സ്ഥലത്തിന്റെയും കണക്ക് നോക്കി പെൺകുട്ടികൾക്ക് ബഹുമാനം നൽകുന്ന കുടുംബമൊന്നുമല്ല എന്റേത്. ഞങ്ങൾക്ക് പെണ്ണ് തന്നെയാണ് സ്വത്ത്. എന്റെ അച്ഛനും അമ്മയെ സ്നേഹിക്കുന്നു, അരിയേട്ടൻ ചേച്ചിയെ സ്നേഹിക്കുന്നു കണ്ട് ജീവിച്ച ഞാൻ നിന്നെ ഒരിക്കലും കരയിക്കില്ല. ഗൂഗിളിൽ നോക്കി ഉള്ളം കയ്യിൽ എഴുതിയ വാക്കുകൾ ഞാൻ കഷ്ടപ്പെട്ട് വായിച്ചു. തുമേ മോത്തെ ബഹാ ഹെബോക്കി വിൽ യു മാരി മീ എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. കുറെ നേരം കൂടി എന്നെ നോക്കി നേഷം ഹർഷിത പൊട്ടിച്ചിരിച്ചു. ഹോസ്പിറ്റലിലേക്ക് പോവുകയായിരുന്ന ചിലർ അതുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മുത്തപ്പ ഗൂഗിൾ ചോദിച്ചോ, ഇനി ഇതുപോലെ തെറിയുവാണോ? ഇത് പറയാനാണോ കിരൺ നീ എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്ന്? കഷ്ടം. ചിരി അടങ്ങിയപ്പോൾ ഹർഷിത ദീർഘമായി ശ്വാസമെടുത്തു. ഞാൻ കരുതി വേറെന്തോ കാര്യത്തിനാണെന്ന്. എന്റെ കോലം നോക്ക്, ഇതൊരു നാണക്കേടാ. ശരിയാണ്, അയഞ്ഞൊരു നൈറ്റ് ഡ്രസ്സാണ് അവൾ ഇട്ടിരിക്കുന്നത്. പാറി പറന്ന മുടി. അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിരുന്നില്ല. ഹർഷിതന്റെ കയ്യിൽ പിടിച്ചു. ബയ്യയുടെ കൂടെ ഒരു മഞ്ഞ ടീഷർട്ടും ധരിച്ചിരിക്കുന്ന മലയാളി പയ്യൻ എന്നെ കല്യാണം കഴിക്കുന്നൊക്കെ ഞാനും കുറെ കാലം സങ്കല്പിച്ച് നടന്നിരുന്നു. പിന്നീട് സ്വപ്നവും യഥാർത്ഥ ജീവിതവും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന് മനസ്സിലായപ്പോൾ അതൊക്കെ സൗകര്യപൂർവ്വം മറന്നു. നീ ഒഡീഷ വരെ എന്നെയും പയ്യൻ കാണാൻ വരുന്ന ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ഒരു ദിവസം എൻ്റെ വീട്ടിൽ താമസിച്ചപ്പോൾ എൻ്റെ ശത്രുക്കളോട് അടികൂടിയപ്പോൾ ഞാൻ പോലും അറിയാതെ ആ പണ്ടത്തെ ഇഷ്ടം വീണ്ടും മനസ്സിൽ തോന്നി. ഒരിക്കൽ കല്യാണം മുടങ്ങിയ സമയത്ത് ഇനി മരണം വരെ അത് ഉണ്ടാവില്ലെന്ന് പ്രതിജ്ഞ എടുത്തതാ. റാംജിയും മറ്റുള്ളവരെ ഒരുപാട് നിർബന്ധിച്ചിട്ടും ഞാൻ സമ്മതിച്ചില്ല. പക്ഷെ നിന്നെ കണ്ടപ്പോഴെന്തോ ഉള്ളിലൊരാഗ്രഹം. തുറന്നു പറയാൻ മടി തോന്നി. നീ എന്ത് വിചാരിക്കുന്ന പേടി. എവിടെ കുറച്ച് ദിവസം നിന്റെ വീട്ടിൽ താമസിച്ച ആ ഓർമ്മകൾ മാത്രം അധികം തീരുമാനത്തിൽ ഇങ്ങോട്ട് വന്ന്. പക്ഷേ അവളും നിർത്തി. നിന്റെ ഭാര്യയാവാൻ സമ്മതമാണെന്ന് അപ്പയമ്മയും ദീദിയും ഹരിബയ്യയും ചോദിച്ചു. ഞാനെ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. അതെനിക്കൊരു ഷോക്ക് തന്നെയായിരുന്നു. എപ്പോ? കുറച്ച് ദിവസം മുമ്പ്. നിന്നോട് തെയ്യം കഴിയുന്നവരൊന്നും മിണ്ടില്ലെന്ന് പറഞ്ഞ അപ്പയാ. ഇങ്ങനൊരു ടിസ്റ്റോ? എനിക്ക് നിന്റെ ഭാര്യയാവാൻ ഇഷ്ടക്കുറവൊന്നുമില്ല കിരൺ. പക്ഷെ എന്നെ കല്യാണം കഴിച്ചത് തെറ്റായി പോയി എന്ന് ഭാവിയിൽ തോന്നരുത്, അത്രമാത്രം. ഞാൻ നാവിറങ്ങിപ്പോയതുപോലെ നിൽക്കുകയാണ്. എന്നെ കൊണ്ടുവിടാമോ? ഈ വേഷത്തിൽ ഇവിടെ നിൽക്കാൻ എന്തോ പോലെ ആളുകളൊക്കെ നോക്കുന്നു. ഞാൻ പെട്ടെന്ന് ബൈക്കിൽ കയറി, കൂടെ അവളും. ഹരിയേട്ടന്റെ വീട്ടിലെത്തിയപ്പോൾ പുള്ളി ഉമ്മർത്തിരുന്ന് പത്രം വായിക്കുന്നുണ്ട്. ഹർഷിത പെട്ടെന്ന് അകത്തേക്ക് കയറിപ്പോയി. നീ ആ പെണ്ണിനെ കൂടെ എങ്ങോട്ടാ പോയത്? ദേ ഒരുമാതിരി കോപ്പിലെ പണി കാണിക്കരുത് ഹരിയേട്ടാ. ആ ഞാനെന്ത് കാണിച്ചടാ? ഹരിയേട്ടൻ പത്രം മടക്കി. നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ തീരുമാനം എടുത്ത് എന്നോട് പറഞ്ഞുകൂടായിരുന്നു? ഓ അതാണോ? മനഃപൂർവ്വം തന്നെയാ. നിന്റെ ആക്രാന്തം എനിക്കറിയാം. കണ്ണൊന്ന് തെറ്റിയാൽ നീ വേറെ വല്ല കുരുത്തക്കേട് ഒപ്പിക്കും. അത് പേടിച്ചിട്ട് അവളോട് നിർത്തിയത്. പകല് നീ വീട്ടിലാത്ത ധൈര്യമുള്ളതുകൊണ്ടാ അവിടെ വിടുന്നു. ഇപ്പൊ മനസ്സിലായോ? എന്നാലും ഇത് എന്നോട് വേണ്ടായിരുന്നു. മറ്റുള്ളവരുടെ കാര്യം പോട്ടെ, നിങ്ങൾ മറച്ചു വെച്ചല്ലോ.
ഇന്ന് പെണ്ണ് കാണാൻ പോണെന്ന് വരെ പറഞ്ഞു. ഞാൻ ഇന്നലെ എത്ര ടെൻഷൻ അടിച്ചെന്നറിയോ? പിന്നെ ഒരു ഒഡീഷക്കാരിയെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കുന്ന എനിക്ക് ആര് പെണ്ണ് തരാനാടാ? അത് ചിന്തിച്ചൂടെ? എടാ, ഒരുത്തിയെ ഇഷ്ടമാണെങ്കിൽ അത് അവളോടെങ്കിലും പറയാനുള്ള മിനിമം ധൈര്യങ്ങളും വേണം. നിനക്കത് ഉണ്ടാവുന്ന ഞാൻ കാത്തിരുന്നു. പക്ഷെ ഇല്ല. കുട്ടു, പ്രിയപ്പെട്ട അളിയാ, ഗോദേശ്വർ ഗ്രാമത്തിൽ എത്തിയത് മുതൽ പുന്നൽ കണ്ട എലിയെപ്പോലെ നീ ആ പെങ്കുച്ചിനെ നോക്കുന്ന ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ ഒരു ആഗ്രഹം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് നടക്കട്ടെ എന്ന് കരുതി. അറ്റ്ലീസ്റ്റ് നിനക്ക് എന്നോട് പറഞ്ഞൂടെ അവളെ കെട്ടണമെന്ന്? നീ മിണ്ടിയില്ല. അതിനുള്ള ശിക്ഷയായിട്ടാ അവള് തിരിച്ചുപോയാണെന്ന കഥയുണ്ടാക്കിയത്. ഇനി അഥവാ അവള് പോവാൻ തീരുമാനിച്ചാലും നിന്റെ അച്ഛനും അമ്മയും ചേച്ചിയും വിടില്ല. അവരെല്ലാം അവളെ നിന്റെ ഭാര്യയായിട്ട് മനസ്സാ സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം. ഹരിയേട്ടൻ എന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. ജീവിതത്തിൽ തനിച്ചായി പോയ ഒരു പാവാത്. ഒരിക്കൽ പോലും കണ്ണു നിറയെ ഇടയാവരുത്. അങ്ങനെ സംഭവിച്ചാ നിന്റെ അജയ് ഭയ്യയുടെ ആത്മാവ് സങ്കടപ്പെടും. ഞാൻ ഹരിയേട്ടന്റെ തോളിലേക്ക് തലയായിച്ചു. അടക്കി പിടിച്ച കരച്ചിൽ കാരണം എനിക്ക് വാക്കുകളൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. കണ്ണടച്ചപ്പോൾ ഷോട്ടു എന്ന വിളിയോട് അടുത്തേക്ക് വരുന്ന ഭയ്യയുടെ രൂപം മുന്നിൽ തെളിഞ്ഞു. ഭയ്യ, ഞാൻ ബേബിയെ സ്വന്തമാക്കുക, അനുഗ്രഹിക്കണം. കുട്ടു! ദേഷ്യത്തോടെയുള്ള വിളി കേട്ട് ഞാൻ ഞെട്ടിപ്പിടഞ്ഞു പോയി. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഹരിയേട്ടനുമില്ല, അവരുടെ വീടുമില്ല. ഞങ്ങളുടെ ട്രാവൽസിന്റെ അകത്താണ് ഞാൻ. തൊട്ടുമുന്നിൽ എന്റെ ഭാര്യ, സാക്ഷാൽ ബേബി എന്ന അർഷിത. നീ സ്വപ്നം കാണുവാണോ? കണക്കിൽ ഒരു 500 രൂപ കുറവുണ്ടല്ലോ, അതെവിടെ? അവൾ ചുരിദാറിന്റെ ഷോൾ വലിച്ച് ശരിക്കിട്ട് ഇപ്പൊ തല്ലിയേക്കുന്ന ഭാഗത്തിൽ നിന്നു. അത് ഞാനൊരു ആവശ്യത്തിന് എടുത്തു. എന്താവശ്യം? നിനക്ക് ഹരിയേട്ടൻ ബിയർ കുടിക്കാനല്ലേ? ഞാൻ ഉറപ്പായി അപ്പയോട് പറയും. ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. എന്റെ പൊന്നു ബേബി, ക്ഷമിക്ക്. ആ 500 എന്റെ കണക്കിൽ എഴുതിക്കോ. ഇത് കുറയായി. ഈ മാസം നിനക്ക് സാലറി ഇല്ല. വേണ്ട, ഇങ്ങനെ ചൂടാവില്ലേ? ഞാൻ പോവാ. വാങ്ങാനുള്ള സാധനങ്ങൾ ലിസ്റ്റ് വാട്സാപ്പിൽ തരാം. ആയിക്കോട്ടെ, ഒരു ഉമ്മ തന്നിട്ട് പോ ബേബി. അയ്യേ, എന്തയ്യേന്ന്? നീ എന്റെ ഭാര്യയല്ലേ? അതൊക്കെ അങ്ങ് വീട്ടില്. ഞാൻ പോട്ടെ, ദീദി കാത്തുക്കുവാ. അവൾ പുറത്തേക്ക് ഇറങ്ങി. റോഡിൽ ചേച്ചി സ്കൂട്ടിയുമായി നിൽക്കുന്നുണ്ട്. അവൾ അതിൽ കയറി. സ്കൂട്ടി തിരക്കിനിടയിലൂടെ എങ്ങോട്ടോ മറഞ്ഞു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇന്ന് 3ാമത്തെ വർഷമാണ്. മലയാളി പെണ്ണിനെ കെട്ടിയിരുന്നെങ്കിൽ മലയാളത്തിലുള്ള വഴക്ക് മാത്രം കേട്ടാൽ മതിയായിരുന്നു. ഇതിപ്പോ മലയാളത്തിന് പുറമെ ഒഡിയ, ഹിന്ദി ഭാഷകളും കേൾക്കണം. 3 വർഷം കൊണ്ട് കുറച്ചൊക്കെ മലയാളം അവൾ പഠിച്ചിട്ടുണ്ട്. അതിൽ തെണ്ടി, വട്ടി, നാറി, കാലമാടൻ, കശ്മീരം തുടങ്ങിയ അൺപാർലമെന്ററി വാക്കുകളും പെടും. ട്രാവൽസിന് ഇപ്പോൾ മറ്റൊരു ബ്രാഞ്ച് കൂടിയുണ്ട്. രണ്ടിടത്തെയും കണക്കിൽ നോക്കുന്ന അവളാണ്. ഹരിയേട്ടനും ഞാനും ഒരു സ്റ്റാഫ് മാത്രം. വിവാഹത്തിന് റാംജിയും പെന്നീസിനും പങ്കെടുത്തിരുന്നു. ഒരു പ്രാവശ്യം ഞാനും ഹർഷിതയും ഹരിയേട്ടനും ഗോദനേശ്വരിലേക്ക് പോയി. ആളുടെ സ്ഥലത്ത് ഹോസ്പിറ്റലിലെ പണി പൂർത്തിയാവാറായി. ആ വീടും പറമ്പ് അവിടെയുള്ള ഒരാൾക്ക് തന്നെ വിറ്റ് കാശ് വാങ്ങി. റാംജിയുടെ മൂത്ത മകൻ കിഷോർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതോടെ പ്രതാപൻ നായിക്കിന്റെയും രാകേഷിന്റെയും ശല്യം ആ നാട്ടുകാർക്ക് ഇല്ലാതായി. അധികാരമുള്ളവന് എല്ലാവർക്കും പേടിയാണല്ലോ. ആ ഗ്രാമത്തിനടുത്ത് തന്നെ ഒരു ഹൈസ്കൂൾ തുടങ്ങാനുള്ള അനുമതി കിട്ടിയിട്ടുണ്ട്. ഹർഷിതയുടെ ആഗ്രഹം പോലെ ഇനി അവിടെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ലഭിക്കും. ഭാഷയിലൊഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും ഹർഷിത ഒരു മലയാളി പെണ്ണായി മാറിയിരുന്നു. വിശ്രമ ജീവിതം നയിക്കുന്ന അച്ഛനും അമ്മയ്ക്കും എല്ലാത്തിനും അവൾ വേണം. ഇതൊന്നും പോരായിട്ട് ചേച്ചിയുടെ അസുഖം അവൾക്കും കിട്ടിയിട്ടുണ്ട്, രാഷ്ട്രീയം. അവളിന്നൊരു സഖാവാണ്. ഇപ്പൊ പോയതും കേന്ദ്ര ഗവൺമെന്റിന് എന്തോ നയത്തിനെതിരെ നടക്കുന്ന മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുക്കാനാണ്. പാർട്ടി കുടുംബത്തിൽ ഞാനും ഹരിയേട്ടനും മാത്രമാണ് കോൺഗ്രസ്സുകാർ. ഇതിനൊക്കെ പുറമെ ജൂനിയർ ബേബി അവളുടെ ഉദരത്തിൽ വളരുന്നുണ്ട്. ഇത് 4ാം മാസം. ചുരുക്കി പറഞ്ഞ കേരള ഒഡീഷ ദാമ്പത്യം വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. ആകെയുള്ള സങ്കടം, കല്യാണത്തിന് മുമ്പ് കിരൺ എന്ന് എന്നെ വിളിച്ചിരുന്ന അവൾ ഇപ്പോൾ കുട്ടു എന്നാണ് വിളിക്കാറ്. ആ പേര് മരണവരെ വിട്ടുപോയില്ലെന്ന് തോന്നുന്നു. ഒരു മെസ്സേജ് വന്നപ്പോൾ ഞാൻ ഫോണെടുത്ത് നോക്കി. ബേബിയാണ്. വാങ്ങിക്കേണ്ട സാധനങ്ങളുടെ വലിയൊരു ലിസ്റ്റ്. അതിനിടയിൽ 2 പേര് ചുംബിക്കുന്ന സ്റ്റിക്കർ, പിന്നെ ഐ ലവ് യു കുട്ടു എന്നൊരു മെസ്സേജ്. നേരത്തെ ഒരു ചിരിയോടെ പുറത്തിറങ്ങി ഉത്തരവാദിത്തമുള്ള ഗൃഹനാഥനായി വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ ഞാൻ മുമ്പിലുള്ള കടയിലേക്ക് നടന്നു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു.